ഹായ് നമസ്കാരം. ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ് അവിടുത്തെ ശതകോടീശ്വരന്മാർ. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ ആ നഗരം സമ്പന്നമാണെന്ന് കണക്കാക്കുന്നു. നിലവിൽ ലോകത്തിൽ ശതകോടീശ്വരന്മാർ ഏറ്റവും ഉള്ളത് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലാണ്. എന്നാൽ ചൈനീസ് നഗരത്തെ പോലും വെല്ലാൻ കഴിവുള്ള ഒരു നഗരമായി മാറിയിരിക്കുകയാണ് മുംബൈ. ഹൂറോൺ ഗവേഷണം അനുസരിച്ചാണിത്. ഹൂറോൺ റിസർച്ചിന്റെ 2024 റിച്ച് ലിസ്റ്റ് പ്രകാരം ചൈനയിൽ 814 ശതകോടീശ്വരന്മാരുണ്ട്. ഇന്ത്യയിൽ 271 പേരാണുള്ളത്. എന്നാൽ ബീജിംഗിൽ 91 പേരും മുംബൈയിൽ 92 പേരുമാണ്. ഒരാളുടെ വ്യത്യാസത്തിനായി മുംബൈ മുന്നിലെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ ആകെ സമ്പത്ത് $1 ട്രില്യൺ. ചൈനയിലെ ശതകോടീശ്വരന്മാരുടെ ശരാശരി സമ്പത്ത് 3.2 മുതൽ 3.8 ബില്യൺ വരെയാണ്. ഒരു വർഷത്തിനിടെ ഇന്ത്യ 94 പുതിയ ശതകോടീശ്വരന്മാരെ കൂടി ചേർത്തതാണ് ഈ അസാധാരണ വർധനവിന് കാരണം. ചൈന പുതുതായി 55 ശതകോടീശ്വരന്മാരെയാണ് ചേർത്തിരിക്കുന്നത്. ഇതോടെ ഈ വർഷം ഏറ്റവും അധികം ശതകോടീശ്വരന്മാരെ ചേർത്ത ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ടെലികോം, ഊർജം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിൽ മാത്രം നിക്ഷേപിക്കാതെ വളർന്നുവരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പുകളിൽ താൽപര്യം കാണിച്ചതാണ് മുംബൈയിലെ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വളരെ വേഗം കൂടാനുള്ള പ്രധാന കാരണം. യുവജനങ്ങൾ, സാങ്കേതിക വിദഗ്ധർ, പുതിയ ആശയമുള്ളവർ എന്നിവരുടെ എണ്ണത്തിലുണ്ടായ വർധനവിലൂടെയാണ് AI വിപ്ലവത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അതിനാൽ വരും വർഷങ്ങളിലും കൂടുതൽ ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ട്.